കുഞ്ഞിലെ 3 വയസ്സിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടുകളായിരുന്നു ഇഷ്ടം അമൃതയ്ക്ക് അല്ലേ? അത് ഗൂഗിളിൽ ആരും അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഗൂഗിളിൽ കാണും മൈക്കിൾ ജാക്സന്റെ പാട്ട് ഇഷ്ടമുള്ള ആള് കർണാട്ടിക് മ്യൂസിക് പിന്നെ ഹിന്ദുസ്ഥാൻ. മൈക്കിൾ ജാക്സനായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അതെന്താ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അറിയില്ല, ഞാൻ മൈക്കിൾ ജാക്സൺ അല്ലേ തിരുത്തണ്ടാവും. ചേച്ചിയെ പറ്റി ഗൂഗിളിലുള്ള ഒരു 50% എങ്ങാനും ആയിരിക്കും ശരിയുള്ളൂ. അപ്പൊ മൈക്കിൾ കൂട്ടത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഭേദം. നല്ലൊരു സാധനമാണത്, അതവിടെ ഇരുന്നോട്ടെ. ആണെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അത് അല്ലെങ്കിൽ എനിക്ക് ട്രോളും വന്നേനെ. എന്തിനാ വെറുതെ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അപ്പുറത്തൊരു മൈക്കിൾ ജാക്സൺ ഉള്ളതേ അറിയുള്ളൂ. അല്ല, ഞാനും വിചാരിച്ചു 3 വയസ്സിലൊക്കെ മൈക്കിൾ ജാക്സൺ ഇഷ്ടമായിട്ട് പിന്നെ അപ്പൊ ചോദിക്കട്ടെ, കർണാട്ടിക് ബേസ് ഉള്ള ആള് എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് മാറാനുള്ളൊരു തോട്ട് എവിടെ നിന്നായിരുന്നു? അത് ബേസിക്കലി എൻ്റെ ടോണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കുറച്ചും കൂടെ ക്ലാസിക്കൽ പാട്ടുകൾ പാടുമ്പോൾ ഒരു ലൈറ്റ് ടോൺ കിട്ടാറുണ്ട്. അച്ഛൻ സംഗീതജ്ഞനായിരുന്നു, അച്ഛൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ കർണാട്ടിക് മ്യൂസിക് ആണ് ബേസൊക്കെ പഠിച്ചിരിക്കുന്നത്. വല്യച്ഛൻ്റെ അടുത്തുനിന്നും വല്യമ്മയുടെ അടുത്തുനിന്നും അമ്മായിയുടെ അടുത്തുനിന്നും അച്ഛമ്മയുടെ അടുത്തുനിന്നും. അച്ഛൻ്റെ ഫാമിലി എല്ലാവരും മ്യൂസിഷ്യൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ബേസ് പഠിച്ചിരിക്കുന്നതൊക്കെ കർണാട്ടിക് തന്നെയാണ്. പക്ഷെ കുറച്ച് ടോണൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പം ഹിന്ദുസ്ഥാനി മ്യൂസിക് കുറച്ചും കൂടെ എൻ്റെ ശബ്ദത്തിന് ചേരുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കിനുള്ള ഒരു ഗാംഭീര്യമൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് എനിക്ക് ഇത്തിരി ചേരുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഒരു ശൈലിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ അമൃത, പലരും പറയാറുണ്ട്, ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, ഇപ്പോൾ കർണാട്ടിക്കിലോ ഹിന്ദുസ്ഥാനിക്കോ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിലോ ഒക്കെ അത് ഉപകരിക്കുന്നിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് ഉറപ്പായിട്ടും ചേച്ചി. കാരണം ഏതൊരു ആർട്ടിനാണെങ്കിലും ക്രാഫ്റ്റ് അറിഞ്ഞിരിക്കുമ്പോൾ അത് തരുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ആക്ടിങ് ആയിക്കോട്ടെ, അത് ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അത് തരുന്ന ഒരു കോൺഫിഡൻസ്, അത് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നോട്ട് ഡൗൺ ചെയ്യാനെങ്കിലും നമുക്ക് ആ ഒരു അറിവുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പം ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ഒരു അബിയുടെ ഒരു ഇന്റർവ്യൂ ആണ്, എനിക്ക് പാട്ടിനേക്കാളും ഇഷ്ടം ആക്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞ ആളെ പിന്നെ ഞങ്ങൾ അധികകാലത്ത് ആക്ടിങ്ങിൽ കാണാറില്ല. ഡിപ്ലോമയ്ക്കുള്ള ആളല്ലേ ആക്ടിങ്ങിൽ? വളരെ ചെറുപ്പത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ അതിനുള്ള ആ ഒരു ടൈപ്പ് ആളല്ല ഞാൻ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തു. കാരണം നമ്മൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ഫുൾ ലൈഫ് സ്റ്റൈലിനൊരു രീതി വേണം. അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. പക്ഷെ ബോഡി, മൈൻഡ്, ഹെൽത്ത്, സ്കിൻ ഇതൊക്കെ ശരിക്കും നോക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമുക്കൊരു നല്ലൊരു ഇതായി. അപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ആക്ടിങ്ങിനേക്കാളും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആണെന്നാണ് പിന്നീട് മനസ്സിലാക്കി. വളരെ ചെറുപ്പത്തിലെ അഭിനയിക്കാനും തുടങ്ങിയല്ലോ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ചു നോക്കുക. പിന്നെ കൊച്ചിലെ എന്താ പറയാ, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചുകൊണ്ടുപോയി ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുക. പിന്നെ ഞാൻ ആഗ്രഹിച്ചാ പോലെ ഈ നല്ല പടം വരണ്ടേ, നല്ല ഒന്നും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വലിയൊരു മൂവി വന്ന് കളഞ്ഞ ആളൊന്നുമല്ല. അങ്ങനെ ഒരു ഏജ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ആകെ മൊത്തം ഒരു ഏജ് എത്തിയപ്പം അവളായിട്ടുള്ള എഫേർട്സ് ഇടാണ്ടങ്ങ് പിന്നിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു പക്ഷെ അതിനു വേണ്ടി മുമ്പോട്ട് നടന്നിരുന്നെങ്കിൽ ചിലപ്പോ പിന്നെ എന്റെ ഈ ജോയിന്റെ ഒരു കാര്യം ഇത് മാറ്റിക്കൊണ്ട് എനിക്കൊന്നും വേണമെന്നുണ്ടാവില്ല. പക്ഷെ അപ്പൊ അത് ഈ ഒരു പ്രശ്നം ഞാൻ അഭിനയിച്ച പല സിനിമകളിലും നമ്മൾക്കിപ്പം കേൾക്കാലോ, ബാക്ക്ഗ്രൗണ്ടില് ആൾക്കാർ സമയം എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു ടോപ്പിക് ആവാനൊരു ആഗ്രഹം ഉണ്ടാകും. ദാറ്റ് ഹേർട്ട് മീ ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ചെറിയ പ്രായമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് തരണം ചെയ്ത അഭി? ഞങ്ങൾക്ക് ഈ പറഞ്ഞ കൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരാളെ വിഷമിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പ്രശ്നമില്ലാന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഏറ്റവും നേരത്തെ എന്തെങ്കിലുമൊക്കെ പണി വാങ്ങുകയാണെങ്കിൽ എല്ലാം വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അത്യാവശ്യം മെച്ചോർഡും ബോൾഡും ആയിട്ട് നിൽക്കാം. അപ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്കിൽസ് വളരെ നേരത്തെ പഠിപ്പിക്കുന്നത്? ഒരു ഏജ് ആകുമ്പോഴത്തേക്കും യു വിൽ ബി എക്സ്പെർട്ട് ഇൻ ഇറ്റ്. അപ്പോൾ ബോഡി ഷേമിങ്ങിൻ്റെ കേസിൽ എനിക്ക് നേരത്തെ കിട്ടിയോണ്ട് ഇപ്പം ഞാൻ അതിനകത്തൊരു എക്സ്പെർട്ടാണ്. എനിക്കൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ജോയുടെ കാര്യം എനിക്കത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് അതിപ്പോ അപ്പൊ അത് മാറ്റിക്കൊണ്ടും അഭിനയം പെർസ്യൂ ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു.